ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ സൂപ്പർ കപ്പിൽ നടന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്കാണ് ഗോവ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബ്രൈസൺ ഫെർണാണ്ടസും ഡേവിഡ് ടിമോറും ഗോവയ്ക്ക് വേണ്ടി ഗോളുകൾ നേടി. അതിനുശേഷം ബ്രാൻഡൻ ഫെർണാണ്ടസ് ഒരു ഗോൾ മടക്കിയെങ്കിലും ഗോവ ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു. എന്നാൽ ഈ മത്സരത്തിന് മുന്നേ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഗോവയുടെ ക്യാപ്റ്റനായ ഐക്കർ ഗുവാറോച്ചനക്ക് മത്സരത്തിൻ്റെ കിക്ക് ഓഫിന് മുന്നേ തന്നെ റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്തു പോവേണ്ടി വരികയായിരുന്നു. റഫറി പ്രതീക് മൊണ്ടലാണ് ഗോവയുടെ ക്യാപ്റ്റന് സ്ട്രൈറ്റ് റെഡ് കാർഡ് മത്സരത്തിന് മുന്നേ തന്നെ നൽകിയത്. ഈ വിഷയത്തിൽ പരിമിതമായ വിവരങ്ങളാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് ടണലിൽ വെച്ചുകൊണ്ട് ഈ താരവും ഒഫീഷ്യൽസും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. ആ വാക്കുതർക്കം രൂക്ഷമായ രൂപത്തിലേക്ക് മാറിയപ്പോഴാണ് മുഖ്യ റഫറി ഇദ്ദേഹത്തിന് സ്ട്രൈറ്റ് റെഡ് കാർഡ് നൽകിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ട് ടീമുകളുടെയും ഷോർട്സിന്റെ നിറം അത് ഏറെക്കുറെ ഒരുപോലെയായിരുന്നു. അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളാണ് ടണലിൽ നടന്നത്. ഇതിന്റെ ബാക്കിയായിക്കൊണ്ടാണ് ഗോവയുടെ ക്യാപ്റ്റന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത്. മത്സരം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ആയതുകൊണ്ട് ഗോവക്ക് ഒരു താരത്തെ നഷ്ടമായിട്ടില്ല. അതായത് ഗുവാറോച്ചനക്ക് മത്സരത്തിൽ കളിക്കാൻ പറ്റിയില്ല. പകരം മറ്റൊരു താരത്തെ 11ലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ അവിടെ ഗോവക്കുണ്ടായിരുന്നു. അത് അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹവിയർ സിവേരിയോയെ കൊണ്ടുവന്നു. അതേസമയം ക്യാപ്റ്റന്റെ ആംബാൻഡ് അണിഞ്ഞത് ബോർഹ ഹെരേരയായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവം എല്ലാവരിലും ഇപ്പോൾ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ക്യാപ്റ്റനെ നഷ്ടമായെങ്കിലും മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ മനോളോ മാർക്കസിന്റെ സംഘത്തിന് സാധിക്കുകയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.